ശരിക്കും ഈ ഉരുൾപൊട്ടുക എന്നുള്ളത് പലരും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ശരിക്കും ഈ ഉരുൾപൊട്ടുന്നത്? അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഉരുൾപൊട്ടുന്ന പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? 100 കോടി വർഷങ്ങൾക്ക് മുൻപേ നമ്മുടെ ഈ വയനാട് ജില്ല അഗ്നിപർവ്വത പ്രദേശ മേഖലയായിരുന്നു. അവിടെ നിന്ന് ഫ്ലൂവലിൽ വരുന്ന തള്ളൽ കൊണ്ടാണ് ഈ പിന്നെ 3 തരത്തിലാണ് സാർ ഭൂമിയുടെ മേഖലയിൽ. തീരപ്രദേശം, ഇടനാട്, മലനാട്. നമ്മളത് മലനാട്. ഈ താമരശ്ശേരി കൊടുവള്ളി ഉള്ളത് ഇടനാട്. കോഴിക്കോട് ടൗണൊക്കെ തീരപ്രദേശം. അങ്ങനെ 3 ഘട്ട സ്ഥലങ്ങളാണ്: തീരപ്രദേശം, ഇടനാട്, മലനാട്. അപ്പൊ ഈ 2 തലയാണ് തീരപ്രദേശവും മലനാടും. ഈ മലനാട് അഗ്നിപർവ്വത പ്രദേശ മേഖലയായിരുന്നു കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ. ഈ ഫ്ലൂവലിൽ വന്ന തള്ളൽ കൊണ്ടാണ് ഈ മല താഴ്വാരം ഉണ്ടായത്. അപ്പം ഈ മലനാടും ഈ തീരപ്രദേശവും തമ്മിൽ വളരെ ബന്ധമുണ്ട്. സാറിന്റെ തലഭാഗവും കാലും തമ്മിലാണ് 2 തലയിലാണ് കറക്റ്റ് ബന്ധമുള്ളത്. അപ്പം ഈ ഗ്ലോബൽ വാർമിംഗ് ഉൾപ്പെടെയുള്ള ചൂട് കൂടുന്ന സമയത്ത് എന്താവും, ഈ നീരാവി ഉൾപ്പെടുന്ന സ്ഥലം തീരപ്രദേശം മോൾ വന്ന് പെയ്യുമ്പം ഈ മലനാട് ഇടിഞ്ഞ് സമുദ്രത്തിൻ്റെ അടി ബിൽഡാവും. എറണാകുളത്തൊക്കെ പോയി കഴിഞ്ഞാൽ കാർ പോർച്ചിൽ ഇപ്പോൾ വെള്ളം കയറിക്കൊണ്ടിരിക്കുക. കടൽ ഭിത്തിയിലെ കല്ല് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക. അത് കാഷ്വാലിറ്റി കാരണമാണ്. അപ്പം നമ്മൾ ആവശ്യത്തിന് മണൽ കോരാനുണ്ട്. പുഴയുടെ ആഴം നമ്മൾ സ്വയം ക്രമീകരിക്കുന്നുണ്ട്. ഭൂമി വാസയോഗ്യമായ ഗ്രഹമാക്കി മാറ്റുകയാണ് വേണ്ടത്. അതാണ് കലാം സാർ പറഞ്ഞിരിക്കുന്നത്. ആലപ്പുഴ 2 മീറ്റർ നീളത്തിലുള്ളൊരു ട്രഞ്ച് എടുത്ത് വിട്ടപ്പം കടലിൽ നിന്ന് കിട്ടിയ ജില്ലയാണ് ആലപ്പുഴ. നമുക്ക് അങ്ങനെ നിങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. അപ്പം ഈ ഫ്ലൂവലില് തള്ളലില് ഈ അഗ്നിപർവ്വതത്തിന്റെ ഇതിൽ പല സൈസ് ക്രമീകരണങ്ങൾ നടന്നുണ്ട്. കല്ലിന്റെ തന്നെ കരിങ്കല്ല് വരുന്നുണ്ട്, വെള്ളക്കല്ല് വരുന്നുണ്ട്. ഭൂമിയുടെ അടിയിൽ നിന്ന് തള്ളാണോ സംഭവിക്കുന്നത്? അല്ല, അവിടെ സംഭവിക്കുന്നത് ഈ ഭൂമി ഉരുൾപൊട്ടുക എന്താ സംഭവിക്കുന്നത്? കെമിക്കൽ റിയാക്ഷൻ. ആ സാറിനോട് പറയാം. നമുക്കിപ്പോ വ്യക്തമായി തെളിയിച്ചരാം. കെമിക്കൽ റിയാക്ഷൻ കൊണ്ടാണ് ഈ അഗ്നിപർവ്വതം ഉണ്ടാകുന്നത്. ഈ ലാവ ഉറയ്ക്കുന്ന സമയത്ത് കുറെ മണ്ണായി മാറുന്നുണ്ട്, കുറെ കല്ലായി മാറുന്നുണ്ട്, കുറെ വെള്ളാരം കല്ലായി, കുറെ വെള്ളക്കല്ലായി മാറുന്നുണ്ട്. അപ്പൊ ഈ മലനാടിന്റെ അടിഭാഗം മുഴുവൻ സ്ലേറ്റ് പോലത്തെ പാറകളാണ്. ഇതില് നീരുറവയുണ്ട് പാറിന്റെ അടിയിൽ. അപ്പൊ മഴ കണ്ടമാനം ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാത്റൂമിൽ വഴിക്ക് വീഴുന്ന അവസ്ഥ വരികയാണ്. ബാത്റൂമിൽ വെള്ളം അടിയിൽ വെള്ളം നിൽക്കുന്ന സമയത്ത് വെള്ളം കുടിച്ച് അൺലിമിറ്റഡ് ആവുന്ന സമയത്ത് ഈ പാറേന്റെ മുകളിൽ നിന്ന് മണ്ണിന്റെ പിടുത്തം വിടുകയാണ്. മണ്ണ് പിടിച്ചു വെച്ചിരിക്കുന്നു പാറയെ. അപ്പൊ ഈ മണ്ണിന്റെ പിടുത്തം പാറേന്ന് വിടുന്ന സമയത്ത് ഇത് ഊർന്നിറങ്ങുക. ഈ ഊർന്നിറങ്ങിയത് 80 ഡിഗ്രി 85 ഡിഗ്രിയിൽ ഇറക്കത്തേക്കാ പോണേ. സാറ് ഒരു ബ്രേക്കില്ലാത്ത സൈക്കിൾ കൊണ്ട് ഈ ഇറക്കത്തിൽ കൂടി പോകും തോറും സ്പീഡ് കൂടി. പിന്നെ 2 വരുന്നത് എന്താണെന്ന് പറയാം. ഒരു ഭാഗം അങ്ങോട്ട് അടർന്നു വരുമ്പോൾ അത്ര തന്നെ മറ്റേ ഭാഗത്തിന് പിടിച്ചു വെക്കും. പ്രകൃതിയിൽ ഒരു ചികിത്സ നടക്കുന്നുണ്ട് ഇവിടെ. ഇപ്പൊ സാറ് വീഴുന്ന സമയത്ത് കൈ കുത്തുന്നുണ്ട്, നിങ്ങൾ അറിയുന്നില്ല. അപ്പൊ ഭൂമിയുടെ ഒരു ഭാഗം അടർന്നു വരുമ്പോൾ ഈ ഭൂമിന്റെ മരത്തിന്റെ വേരുകളും ഈ ഭൂമിന്റെ കൊണ്ടത്തിൽ അടുത്ത സാധനത്തിനെ പിടിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പൊ അവന്റെ അടുത്ത് പിടി വിട്ടിങ്ങോട്ട് പോരും. അപ്പൊ അവനൊന്ന് തൂങ്ങും. അത് കഴിഞ്ഞാൽ അടുത്തത് പിന്നെയും വരും. ഇങ്ങനെ 1 by 1 ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ പ്രദേശം മൊത്തം കൊണ്ട് വരും. ഒരു നുള്ളു പഞ്ചസാര ടേബിളിൽ വെക്കുക. ഒരു നുള്ളു പഞ്ചസാര ടേബിളിൽ വെച്ചിട്ട് ഒരു കോഴിമുട്ട എടുത്തിട്ട് പഞ്ചസാര മുകളിൽ വെക്കുക. എന്നിട്ട് പയ്യെ ഊതുകയാണെങ്കിൽ അവസാനം ഒരു പഞ്ചസാര തരിയിൽ ആ കോഴിമുട്ട നിൽക്കും. ഒരു പഞ്ചസാരന്റെ തരിയിൽ ആ കോഴിമുട്ട നിൽക്കും. സാവധാനം ഊതിക്കളയാണ്, ബാക്കി പഞ്ചസാര വാങ്ങും. ഇതുപോലെയാണ് പ്രകൃതി. ഒരു താങ്ങിലാണ് നിൽക്കുന്നത്. ആ താങ്ങ് നമ്മൾ എടുത്ത് മാറ്റരുത്. സാറിപ്പോൾ വണ്ടീൻ്റെ ഉൾഭാഗം അയച്ചു നോക്കും. നൈസ് കമ്പികളോടെ ബ്രേക്കുകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. 49 വയസ്സുവരെ മുടിയിനെക്കാട്ടും സൂക്ഷ്മതയുള്ള MBBS പ്രാക്ടീസ് ചെയ്യുമ്പോൾ പറയാം, രക്തക്കുഴലുകളാണ് കണ്ണിലും ചെവിയിലും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു 45 വയസ്സ് കാലഹരണപ്പെട്ട് പോകുമ്പോൾ ഇതിൻ്റെ ഷെല്ല് ഷെയ്ക്കുമ്പോൾ കാഴ്ചയിൽ ലിമിറ്റേഷൻ വരുന്നത്. അതാ സംബന്ധിച്ച് കണ്ടത്. മുടിയുടെ അത്ര ഇതുള്ള രക്തക്കുഴൽ വളരെ നൈസ് രക്തക്കുഴലാണ് കാഴ്ചകൾ പ്രതിനിധാനം ചെയ്യുന്നത്, കേൾവിന് പ്രതിനിധാനം ചെയ്യുന്നത്, സ്മെല്ലിന് പ്രതിനിധാനം. അപ്പോഴാണ് അത് കാലഹരണപ്പെടുന്ന ഷെല്ലുമാണ് നമുക്ക് കാഴ്ച കുറയുന്നത്, കേൾവി കുറയുന്നത്, ഏജ് ആവുന്നത്. നമ്മൾ അന്ന് പറഞ്ഞു 3 വർഷം മുന്നേ ഇവിടെ ഉരുൾപൊട്ടാൻ സാധ്യത ഉണ്ടെന്ന് പലരോടും പറഞ്ഞു. എന്നോട് ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞത്, ഞാൻ പലരോടും അന്ന് പറഞ്ഞിരുന്നു. അന്നൊക്കെ എന്നെ ആളുകൾ പറഞ്ഞത് ഭ്രാന്തൻ ശ്രീകുമാറല്ലേ. ആ സാറേ എന്നെ അങ്ങനെ പറഞ്ഞു ഭ്രാന്തൻ ശ്രീകുമാറാണ് ഓരോരോ ഭ്രാന്തൻ. ഇതിന്റെ ഇടയ്ക്ക് സാർ ഈ പ്രാവശ്യം ഈ ചെയ്ത സംഭവത്തിൽ ആവശ്യമില്ലാത്ത കട്ടിങ്ങും ഇതും വന്നപ്പോഴും അപ്പോഴും ഞാൻ എതിർത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ അന്ന് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതാനുഭവം കൊണ്ടാണ് അദ്ദേഹം അന്ന് അങ്ങനെ പറഞ്ഞു എന്ന് എന്നോട് കുറിച്ച് പറഞ്ഞു. ഇനിയിപ്പോൾ ആളുകൾ കേൾക്കുന്നവർ കേൾക്കട്ടെ, ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും. കാരണം കേൾക്കുന്നവർ കേൾക്കട്ടെ, ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ, ഇനി ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ. വയനാട്ട് ഉൾപ്പെടെ നമ്മുടെ നാട്ടില്, കാരണം വേനൽക്കാലത്ത് നിങ്ങൾക്ക് എവിടെയും താമസിക്കാം.
മഴക്കാലത്ത് നിങ്ങൾ നോക്കി ശ്രദ്ധിച്ച് നിൽക്കുക. അത് ഏതൊക്കെ ഭാഗങ്ങൾ? മലയേരിയകളിലും ഇതിൽ നമ്മൾ ഒരു സാറ് പറയാം, നമ്മളെ സംരക്ഷിക്കാൻ ഒരു ഗവൺമെൻറ്റോ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റോ ഒരു ഫോഴ്സോ ഇല്ലാത്ത സ്ഥിതിക്ക്, നമ്മൾ ബലിയാടുകളായ സ്ഥിതിക്ക് നമ്മൾ തന്നെ നമ്മുടെ സംരക്ഷണം കണ്ടെത്തേണ്ടതുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പം മലഞ്ചരിവിൽ താമസിക്കുന്നവർക്ക് അളവിൽ കഴിഞ്ഞ് മഴ പെയ്യുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ തൽക്കാലം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറുക. ഒന്ന്, വേനൽക്കാലത്ത് ഉരുൾപൊട്ടാം. വേനൽക്കാലത്ത് അതായത് വേനൽക്കാലത്ത് 100-1 ഉരുൾ പൊട്ടുകയാണെങ്കിൽ മഴക്കാലത്ത് 10 കണക്കിന് ഉരുളുകൾ പൊട്ടും. അത് സ്ലിപ്പിംഗ് കൂടുതലാണ്. വേനൽക്കാലത്ത് ഉരുൾ പൊട്ടുന്ന ഒരു ദൃശ്യം എന്തുകൊണ്ട്, ചുരത്തുന്ന ഒരു കുട്ടി, ഒരു യുവാവ് ഒരു കല്ലുരുണ്ട് വന്നിട്ട്, ആ കല്ലുരുണ്ട് വന്നിട്ടാണ് കാട്ടുതീ അങ്ങനെ ഇടാന്നുണ്ട്. മനഃപൂർവ്വം മറ്റുള്ളവർ ഇടുന്നുണ്ട്. കാട്ടുതീ 2 രീതിയിൽ വരുന്നുണ്ട്. കല്ല്, അതായത് മാനം അങ്ങനത്തുള്ള മൃഗങ്ങൾ ഓടുമ്പോൾ, അല്ലെങ്കിൽ നല്ല ഉണങ്ങി മൊരിയുന്ന സമയത്ത് അടിയത്തെ മണ്ണ് പൊടി പൗഡറാകുകയും ഊരും ചെയ്യും. അടിയത്തെ മണ്ണ് നനഞ്ഞ് ഗ്രേവി ആയിട്ട് സ്ലിപ്പാകുകയും ചെയ്യും. ഈ 2 രീതിയിൽ വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കണക്കിന് താമസിക്കുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിച്ച് നിൽക്കുക. പിന്നെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, ഒരു 7 വയസ്സ് പറഞ്ഞ കുട്ടി കായിക അഭ്യാസം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യാം. നിങ്ങൾ നല്ല യോദ്ധാക്കളായി മാറുക. നിങ്ങൾ കൊടുക്കാനും പിടിക്കാനോ എടുക്കാനും ഇതാകുക. എന്താ പറയുക, ഒരു ബ്രോയിലർ കോയിലെ പോലെ, ഇറച്ചി കോയിനെ പോലെ മക്കളെ വളർത്താതിരിക്കുക. നല്ല ഹൈ ലെവൽ ട്രെയിനിങ് കൊടുക്കുക. അവർക്ക് പൊതുവിദ്യാഭ്യാസം കൊടുക്കുക. കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ പഠിപ്പിക്കുക. നമ്മൾ തന്നെ ടീച്ചറാകുക. എനിസ്റ്റീൻ്റെ അമ്മ ടീച്ചറായിരുന്നു സാറേ. എനിസ്റ്റീനെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയപ്പം അതാ സാർ മനസ്സിലാക്കേണ്ടത്. അപ്പം അങ്ങനെ മനസ്സിലാക്കുക. ഈ കാലാവസ്ഥയെ കുറിച്ച് നമ്മുടെ ഇവിടെ ഈ റോസ് പൗഡർ ഇട്ടിട്ട് പിന്നെ ഐഡിയ സ്റ്റാർ സിംഗർ കാണലല്ല അവിടെ ഒരു വിഷയം. ഇതിനെക്കുറിച്ച് പഠിക്കാം. വേനൽക്കാലത്തിനെ കുറിച്ച്, മഴക്കാലത്തിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. ഇനി നിങ്ങളെ കാത്തിരിക്കുന്ന കൊടും വെന്തുരുകുന്ന വെയിലാണ്. നിങ്ങൾ എനിക്ക് കാത്തിരിക്കുന്നത്. കാരണം കഴിഞ്ഞ വർഷത്തേക്കാളും ചൂട് അനുഭവപ്പെടും. അതായത് 5 വിരലാണ് നിങ്ങളുടെ വിരൽ. അതിൽ ഒരു വിരൽ മുറിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെതായ കപ്പാസിറ്റി നഷ്ടപ്പെടും. ഇപ്പം മുണ്ടക്കൈ അത്രയും പോയപ്പോൾ അത്രയും കൂളിങ്ങും കൂടി നമുക്ക് നഷ്ടപ്പെട്ടു. ഇനിയിപ്പം മുണ്ടക്കൈ വെന്തുരുക്കും. നല്ല ചൂട് അനുഭവപ്പെടും. അപ്പം ആ ചൂടും കൂടി നിങ്ങൾ സഹിക്കേണ്ടതുണ്ട്. അപ്പോൾ 1 മില്ലി ചൂട് മതി കൂടാൻ. ഇവിടെ ഉരുൾപൊട്ടൽ പേടിച്ചിട്ട് സുരക്ഷിത സ്ഥാനത്തേക്ക് പോയവർ അവിടെ ഉരുൾപൊട്ടി മരിച്ചിട്ടുണ്ട്. അതാ സാറ് മനസ്സിലാക്കേണ്ടത്. ഇത് നമുക്ക് ശരിക്കും പഠിക്കേണ്ടതുണ്ട്. ഒരു നാസയ്ക്കും ഗ്യാരണ്ടിയിലാണ്. മഴ പെയ്യാൻ സാധ്യതയുണ്ട്, ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ട്, മഴയുടെ ശക്തി കൂടാൻ സാധ്യതയുണ്ട്. ഇത് അവർ സാധ്യതയെന്നേ പറയുന്നുള്ളൂ. അത് ഒരു ഗ്യാരണ്ടി അല്ലാത്തതല്ലോ. ഇപ്പം ഇവിടെ നല്ല ചുട്ടുപഴുത്ത വെയിൽ അനുഭവപ്പെടുകയും ചെയ്യും. ഇന്ന് രാത്രിയോട് കൂടി ഒരു മേഘം നമ്മുടെ ശൂന്യാകാശത്തേക്ക് ഇവിടെ സെറ്റിൽ ചെയ്ത് വരികയാണെങ്കിൽ നാളെ മുതൽ ഇവിടെ മൂടലായി, കാലാവസ്ഥ മാറി. അതുമല്ല, ഒരു ന്യൂനമർദ്ദത്തിന് മഴയ്ക്ക് സാധ്യത ഉണ്ടാവും. ഇപ്പം ഇവിടെ വലിയ മഴ പെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് മഴയിൽ നിന്നൊരു കാറ്റ് അടിക്കാൻ തുടങ്ങിയാൽ ഈ മേഘം വേറെ ഇടത്തേക്ക് പോയാൽ ആ മഴ അവിടെ നിന്നു. അതുകൊണ്ടാണ് ഗ്യാരണ്ടീഡ് അല്ല, സാധ്യത ഉണ്ടെന്നുള്ളൂ. ഭൂമി എവിടെയും വ്യാസയോഗ്യമല്ല. തുറന്ന സ്ഥലത്ത് ഇടിമിന്നലടിക്കാം. തുറന്ന സ്ഥലത്ത് നമ്മൾ ഓപ്പൺ ഏരിയയിൽ നിൽക്കുമ്പോൾ ഇടിമിന്നൽ തന്നെ നമുക്ക് മരത്തിൻ്റെ ചോടോ ബിൽഡിങ്ങിൻ്റെ താഴ്വാരോ നമുക്ക് സഹായമാണ്. ഉരുള് പൊട്ടി വരുമ്പോൾ മലഞ്ചെരുവ് നമുക്ക് ഭീഷണിയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു വിദഗ്ധ പഠനത്തിൽ ഏർപ്പെടുക. നിങ്ങളൊരു കായിക അഭ്യാസത്തിൽ ഹീറോയാകുക. ഇപ്പം സാറിനോടൊന്ന് പറയാനുള്ളത്, ഏറ്റവും കൂടുതൽ ഭൂകമ്പം സംഭവിക്കുന്നതാണ് ജപ്പാനിലാണ്. ലോകത്തെ ഏറ്റവും വലിയ പവറും ജപ്പാനാണ്. അതെന്താ സാറേ അങ്ങനെ? ഗാഡ്ഗിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നിങ്ങൾ ഫിനാൻഷ്യൽ ക്യാപിറ്റലിസം തിരിക്കുക. നിങ്ങൾ ദൈവത്തെ ഓർത്ത് പണത്തിനെ ഉപേക്ഷിക്കുക. പണം വേണ്ട നമുക്ക്. ഒരു ദിവസത്തെ ജീവിത മാർഗം മാത്രം മതി. ഫിനാൻഷ്യൽ ക്യാപിറ്റലിസത്തിന് നിങ്ങൾ വിടുക. പരിസ്ഥിതിനെ സംരക്ഷിക്കുക, പ്രകൃതിയിലേക്ക് ഇറങ്ങുക, പ്രകൃതിയിൽ ജീവിക്കുക. അത് മാത്രമല്ല, മിനിങ്ങാൻ ഗാഡ്ഗിൽ പറഞ്ഞു. അത് വളരെ കറക്റ്റാണ്. നമ്മൾ പണത്തിന് പുറകെ പോകുമ്പോഴാണ് എത്ര ആർത്തിയായിട്ട് അങ്ങനെ പോകുന്നത്. അപ്പോൾ നമ്മൾ പണത്തിന് വേണ്ടി കഠിനപ്പെടുക. അതിൽ കാലാവസ്ഥ മറന്നു പോകും, ജീവിക്കാൻ മറന്നു പോകും, സ്വയം മറന്നു പോകാം നമ്മൾ. പക്ഷേ ഉരുൾപൊട്ടലുണ്ട്, ഇത്രയും വലിയൊരു ഉരുൾപൊട്ടൽ കേരളത്തിൽ സംഭവിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത്. അതെ. അപ്പം ഈ വീഴ്ച നമുക്ക് നാളെ പഠനമാണ്, നാളത്തെ അതെ. പിന്നെ എനിക്ക് പറയാൻ ഒരുപാടുണ്ട് DS. പിന്നെ ഇനി അവിടെ ആ ഭാഗം ഇനി ഉരുൾപൊട്ടില്ല. സ്പേസ് അത് ഞാൻ ക്ലൂ വെച്ച് തരാം. നിങ്ങളുടെ ശരീരത്തിൽ ഒരു കുരു വന്നു, ആ കുരു പഴുത്ത് പൊട്ടി അഴുക്ക പോയി, ആ മുറി മാറി കലയായി. ആ കലേന്റെ മുകളിൽ വീണ്ടും ഒരു കുരു വരില്ല. അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ അവിടെ 2-3 പ്രാവശ്യമായിട്ട് പൊട്ടിന്ന് പറഞ്ഞു. 3 അല്ല, അവിടെ 1984 അന്നത്തെ ദിവസം തന്നെ അത് വരും. ആ പച്ചക്കാട് അങ്ങനെയാണല്ലോ. പച്ചക്കാട് ആദ്യം ഒന്ന് പൊട്ടി, പിന്നെ വീണ് പൊട്ടി, പിന്നെ അത്ര തന്നെ പൊട്ടി വിണ്ട് നിൽക്കുന്നുണ്ട്. ആ വിണ്ട് നിൽക്കുന്ന ഭാഗമാണ് ഇക്കൊല്ലം ഒരു
100 മീറ്റർ താഴേക്ക് വന്നല്ല ഇരുന്ന് ഞാനിപ്പോൾ അവിടെ പോയിട്ടാണ് വരുന്നത്. ഇപ്പൊ അവിടെ പൊട്ടിയിട്ടുണ്ടോ? ഇപ്പൊ അവിടെ പൊട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ അവിടെ പോയിട്ടാണ് വരുന്നത്. കാരണം ഇത്ര ദിവസം എനിക്ക് പോകാൻ പറ്റിയില്ല. കാരണം ഞാൻ കാലാവസ്ഥ പറയും നീ വരാൻ, ആരും അറിഞ്ഞിട്ടില്ല അവിടെ പൊട്ടി, ആരും അറിഞ്ഞില്ല. ഇതൊന്നും ആരും, നമുക്ക് ചിരിക്കണം സാറേ, നമുക്ക് ലാഭിഷാകണം. പച്ചക്കാട് പൊട്ടിയത് ആരും അറിഞ്ഞിട്ടില്ല. എന്നാണ് പൊട്ടിയത്? ഞായറാഴ്ച പോയിരുന്നു. ഞായറാഴ്ച പൊട്ടി തന്നെ. നല്ല രൂപത്തിൽ പൊട്ടിയിട്ടുണ്ടോ? നല്ല രീതിയിൽ പൊട്ടിയില്ല. ഒരു പിന്നെ ഒരേക്കർ. അവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾ വീഡിയോയിൽ കൂടെ, കഴിഞ്ഞ വീഡിയോയിൽ കൂടെ നമുക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ എല്ലാ അവസ്ഥ അല്ല മാറി ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് കാണാം. ഒരു ഏക്കറിൽ മാറ്റം വന്നിട്ടുണ്ട്. വിണ്ട് നിൽക്കുന്ന കുറെ പാറകൾ താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. മറ്റുള്ളവർക്ക് എങ്ങനെ മനസ്സിലാവുള്ളൂ? പച്ചക്കാട് പൊട്ടിയ സമയത്ത് പുത്തുമല ഉരുൾപൊട്ടലിന് ശേഷം അത്ര തന്നെ ഭാഗം മോൾ ഭാഗത്ത് അടർന്ന് വിണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ആ വിണ്ട് നിൽക്കുന്നതിൽ ഒരു 100 മീറ്റർ താഴേക്ക് ഒന്നും കൂടി ഇരുന്നിട്ടുണ്ട്. ആ ഇരുന്നതിന്റെ ഷെയ്ക്കിൽ ഇവിടെ ചെറിയ ഒരു മിനി ഉരുൾപൊട്ടൽ നടന്നിട്ടുണ്ട്. പാലം 2-3 അപ്പോൾ ഇനി അവിടെ പൊട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇവിടെ മുന്നേ പൊട്ടിയതാണ്. അപ്പൊ ഇനി ഇവിടെ പൊട്ടില്ല എന്ന് അന്ന് ശിവകുമാരേട്ടൻ പറഞ്ഞായിരുന്നു. അപ്പൊ വീണ്ടും ഇവിടെ പൊട്ടിയത് അല്ലാണ്ട് ഇങ്ങനെ പോയില്ല. ഓക്കെ സാറിന് ഒരു വയറ്റിൽ നോക്ക് പിടിച്ചു, ഓക്കെ, പിന്നെ സാറിന് വയറ്റിൽ പോകും. പക്ഷേ ഈ കണ്ടീഷൻ ആയിരിക്കില്ല പോകുന്നത്. നിങ്ങളുടെ MBBS എടുക്കണം സാർ. MBBS പ്രാക്ടീസ് ചെയ്യണം, IAS പ്രാക്ടീസ് ചെയ്യണം, LLB പ്രാക്ടീസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. അല്ല നിങ്ങൾ എന്താണെന്ന് എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല സാറേ. MBBS മാത്രം നിൽക്കരുത്. LLB എന്താണെന്ന് നോക്കണം ഇടയ്ക്ക് പോയിട്ട്. 24 മണിക്കൂറുണ്ടല്ലോ, ഒരു 10 മിനിറ്റ് മാറ്റി വെക്ക്. LLB കഴിഞ്ഞതിന് ശേഷം IAS എടുത്ത് നോക്ക്. എന്താ രാഷ്ട്രീയക്കാരൻ എന്താ ചെയ്യുന്നത്? രാഷ്ട്രീയക്കാരൻ നിങ്ങളുടെ ബെഡ്റൂം മുതൽ ബാങ്ക് ബാലൻസ് വരെയുള്ള കാര്യം ഞാൻ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും തലവേദന ഉണ്ടെങ്കിൽ നിങ്ങളെ സൈറ്റിൽ വന്നിട്ട് നിങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യാൻ, നിങ്ങളെ വാർത്തെടുക്കാൻ ഏത് രീതിയിലും എനിക്ക് എപ്പോഴും രാഷ്ട്രീയത്തിന് അതിലില്ല. ഏത് രീതിയിൽ എനിക്ക് ഇങ്ങോട്ട് തരാം. പക്ഷേ ഒഫീഷ്യലി ടൈം 8 മണി വരെ 10 മണി വരെ ഉള്ളൂ. അല്ല 10 മണി വരെ 5 മണി. എന്തൊക്കെ പഠിച്ചിരുന്നു പറഞ്ഞേ? നല്ല രൂപത്തിൽ സംസാരിക്കണില്ല, കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ 90-95 ഡിഗ്രി ബാച്ചാണ്. വീട്ടിലത്തെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കാരണം എനിക്ക് പഠനം തുടരാൻ കഴിഞ്ഞില്ല. പിന്നെ ഞാൻ കറസ്പോണ്ടൻസ് ഓപ്പൺ യൂണിവേഴ്സിറ്റി കയറി. ഓപ്പൺ യൂണിവേഴ്സിറ്റി കയറിയിട്ട് കുറച്ച് LLB MBBSും പ്രാക്ടീസ് ചെയ്തു. അതങ്ങനെ പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ നിൽക്കുന്നുകൊണ്ടിരിക്കുമ്പോഴാണ് 2019 ദുരന്തത്തിനുമായിട്ട് ബന്ധപ്പെട്ട് സാറ്റലൈറ്റ് സർവേയിലേക്ക്, കാരണം എന്താ പറയുക, ഭൂമിശാസ്ത്രപരമായ പഠനത്തിലേക്ക് വരുന്നത്. പഠനത്തിലേക്ക് വന്നപ്പോൾ ഞാൻ സ്വയം മറന്നുപോയി സാറേ. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. ഈ ഒഴുകിപ്പോയ മനുഷ്യരും മൃഗങ്ങളും ഉൾപ്പെടെയുള്ള സസ്യജാലങ്ങൾ നിങ്ങളുടെ അടുത്ത തലമുറയുടെ ഇന്ധനമാണ്, പെട്രോളാണ്, LPG ആണ്. സൈക്ലിക് സാർ. എന്തിനു ദുഃഖിക്കുന്നു? ഇതിനു മുന്നേ സംഭവിച്ചവരുടെ എണ്ണയുടെ പരിവേഷമാണ് ഇപ്പം നമ്മളെടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്.